എല്ലാവർക്കും ഐറസ് പാരഡൈസിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഡോക്ടർ അയോണ അർജുൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അശ്വഗന്ധ എന്ന ആയുർവേദിക് ഡ്രഗിനെ കുറിച്ചാണ്. ഓൾറെഡി ഞാൻ അശ്വഗന്ധാദി ലേഹ്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഡൗട്ട്സ് ആയിട്ട് കമൻറ്റ്സ് ഒരുപാട് വന്നിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഈ ഡ്രഗിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് അശ്വഗന്ധ? ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ പൂർവികർ ഈ അശ്വഗന്ധ ഡ്രഗ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അന്നേ ഇത് ഫേമസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ മോർഫോളജി ഒന്ന് പരിചയപ്പെടാം. ഈ ഡ്രഗിനെ തന്നെയാണ് നമ്മൾ വിന്റർ ചെറി എന്നറിയപ്പെടുന്നത്. ഇത് വരുന്ന ഫാമിലി എന്ന് പറയുന്നത് വിതാനിയ സോംനിഫറ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ് ഈ അശ്വഗന്ധ ഡ്രഗ് വരുന്നത്. അതുപോലെ ഇതൊരു ചെറിയ ഷ്രബാണ്. അതിന് ഒരു യെല്ലോ ഫ്ലവേഴ്സും കാണും, ഒരു റെഡ് ഫ്രൂട്ടും കാണും. അപ്പം ഒരുപാട് വളരാത്ത ചെറിയൊരു ചെടിയാണ് ഈ അശ്വഗന്ധ എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലും സൗത്തേൺ ഈസ്റ്റ് ഏഷ്യയിലുമാണ്. നമ്മുടെ സംസ്കൃതത്തിൽ നിന്നാണ് അശ്വഗന്ധ എന്ന വേർഡ് ഉത്ഭവിച്ചത്. അതിനെ സംസ്കൃതത്തിൽ പറയുന്നത് സ്മെൽ ഓഫ് ദ ഹോഴ്സ് എന്നാണ് ഈ അശ്വഗന്ധനെ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് കാണാം. അപ്പൊ മെയിൻ ആയിട്ട് ആൾക്കാർ ഈ അശ്വഗന്ധ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കോർട്ടിസോൾ ലെവൽ ഹോർമോൺ ഇത് റെഡ്യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ നെർവസ് സിസ്റ്റം ഒന്ന് കാം ആവുന്നു. നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ ഈ അശ്വഗന്ധാദി ലേഹ്യം അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ വഴി ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഉറക്കം കിട്ടാൻ, നമ്മുടെ മെമ്മറീനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് റെഡിയാക്കാൻ, അങ്ങനെ പല പല ബെനിഫിറ്റ്സും ഈ അശ്വഗന്ധയ്ക്കുണ്ട്. അത് ക്യാപ്സ്യൂൾ രൂപത്തിലും പൗഡർ ഫോമിലും രസായന ഫോമിലും ഒക്കെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ആയുർവേദിക് ഡോക്ടേഴ്സും ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഉള്ളവർക്ക് ഈ അശ്വഗന്ധാദി ലേഹ്യം കഴിക്കാൻ പറ്റുമോ ഇല്ലെന്നാണ് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത്. ഷുഗർ ഉള്ളവർക്ക് അശ്വഗന്ധാദി ലേഹ്യം അത്ര നല്ലതല്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അതിന് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.